അടുത്തിടെ നടന്ന താരവിവാഹങ്ങളിൽ ഏറ്റവും വൈറലായതും ചർച്ചയായതുമായ ഒരു കല്യാണമായിരുന്നു നടി ശ്രീവിദ്യ മുല്ലച്ചേരിയുടേത്. കഴിഞ്ഞ വർഷമായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത്. ശ്രീവിദ്യ കാസർഗോഡ് സ്വദേശിനിയായതിനാൽ എൻഗേജ്മെന്റ് കാസർഗോഡ് വെച്ചായിരുന്നു. വിവാഹം എല്ലാവർക്കും എത്തിച്ചേരാനുള്ള സൗകര്യത്തിനായി എറണാകുളത്താണ് നടത്തിയത്. കുടുംബാംഗങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ജോലി തിരക്കിനിടയിൽ ശ്രീവിദ്യയും രാഹുലും ചേർന്നാണ് ഹൽദി, സംഗീത്, വിവാഹം, റിസപ്ഷൻ അടക്കമുള്ളവ എല്ലാം ഒരുക്കിയതും. ഒരാഴ്ച നീണ്ടുനിന്ന ഉത്സവം എന്നാണ് ഇരുവരും തങ്ങളുടെ വിവാഹത്തെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അതിനിടയിൽ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും പ്രതികൂല കാലാവസ്ഥ കാരണവും ഇരുവർക്കും നിരവധി ദുരനുഭവങ്ങൾ ഉണ്ടായി. ആശിച്ച് മോഹിച്ച് നടത്തിയ വിവാഹം പലരും ചേർന്ന് നശിപ്പിച്ചുവെന്നാണ് ശ്രീവിദ്യയും രാഹുലും സൈബർ അറ്റാക്കിനെ കുറിച്ച് സംസാരിച്ചത്. വിവാഹ ദിവസത്തെ ശ്രീവിദ്യയുടെ സാരിക്കും മേക്കപ്പിനുമെല്ലാം വലിയ വിമർശനം നേരിട്ടിരുന്നു. എന്നാൽ തന്റെ ഭാര്യ തന്റെ കണ്ണിൽ ഏറ്റവും സുന്ദരിയായിരുന്നത് സോഷ്യൽ മീഡിയ പറഞ്ഞ ഇതേ ബോർ മേക്കപ്പിലും സാരിയിലും തന്നെ ആയിരുന്നുവെന്നാണ് രാഹുൽ പറയുന്നത്. ഇനി ഒരിക്കൽ കൂടി ആ വിവാഹ ദിവസത്തിലേക്ക് മടങ്ങിപ്പോകാൻ ദൈവം അവസരം തന്നാലും താൻ അതേ സാരിയിലും മേക്കപ്പും ലിപ്സ്റ്റിക്കും തന്നെയായിരിക്കും ധരിക്കുക എന്നും ശ്രീവിദ്യ പറഞ്ഞു. വിവാഹ ദിവസത്തെ ലുക്കിൽ താൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നുവെന്നും ശ്രീവിദ്യ പറയുന്നു. താലിമാല ഇടുമ്പോൾ മെഡലൊക്കെ കിട്ടിയ സന്തോഷമാണ് തോന്നുന്നതെന്നും ശ്രീവിദ്യ പറഞ്ഞു. നന്ദുവിനിപ്പോൾ എവിടെ പോയാലും തന്നെ കൂടി കൊണ്ടുപോകണം. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പോലെയാണ്. തിരുവനന്തപുരത്തായതുകൊണ്ട് സ്ഥലം പരിചയമില്ലല്ലോ. അതുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ പോയാലും എന്നെ അവിടെയാക്കി പോകാൻ നന്ദുവിന് കഴിയില്ല. അവിടെ കാത്തു നിൽക്കും. പിന്നെ താലിമാല ഷൂട്ടിന് വേണ്ടി മുമ്പ് ധരിച്ചിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ ഇടുമ്പോൾ എന്തോ ഒരു അച്ചീവ് ചെയ്തുവെന്ന പ്രതീതിയുണ്ട്. അതുപോലെ സിന്ദൂരം തൊടുമ്പോഴും ശ്രീവിദ്യ പറഞ്ഞു.